എൻ്റെ പേര് അനൂപ. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ 2 ചേച്ചിമാരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഈ ഉടമ്പടി ഫുള്ളായി ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്ക് വരുമോ എന്നൊക്കെയുള്ള പേടികളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗത്തിൽ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി പോകുന്നത്. പല കമ്പനികളിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല, മാതാവിൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടി. എനിക്ക് ഓൺലൈൻ ഉടമ്പടി വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. എന്നാൽ എൻ്റെ ചേച്ചി തന്ന ഒരു ചെറിയ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ കൊടുത്തു വിട്ടു. ഇൻ്റർവ്യൂവിന് പോകുമ്പം ആ ഇൻ്റർവ്യൂ തന്നെ ക്ലിയർ ചെയ്ത് ജോലിക്ക് കയറാൻ, ഞങ്ങൾ രണ്ടും ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം ട്രിവാൻഡ്രത്ത് തന്നെ ജോലി കിട്ടുവാൻ അത് സഹായിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത സമയങ്ങളിൽ എനിക്ക് ജർമ്മനി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ IELTS 2023 പാസ്സായതാണ്. കല്യാണം കഴിഞ്ഞിട്ട് പോകാമെന്നാണ് എൻ്റെ പേരൻസൊക്കെ ഡിസൈഡ് ചെയ്തത്. അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഈ 2025 ഏപ്രിൽ എൻ്റെ IELTSൻ്റെ വാലിഡിറ്റി തീരുവാണ്. അപ്പോൾ അതിനുള്ളിൽ ഒന്ന് ട്രൈ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 2020 പാസ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി 4 വർഷത്തോളം ഗ്യാപ്പുണ്ട്. ഞാൻ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്. മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഉടമ്പടി വെച്ചിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഉടമ്പടിയിൽ അത് വെച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി വസ്തുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായി ചെയ്യുന്നതിന് എനിക്ക് ചെറിയ തെറ്റുകൾ സംഭവിച്ചിരുന്നു. 5:30 എണ്ണീക്കേണ്ടതൊക്കെ ചിലപ്പോൾ 6:30 എണ്ണീക്കുകയും, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം എനിക്ക് APS എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യതയുണ്ടായിരുന്നു. എൻ്റെ ഡിസംബർ 31 എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. APS ഞാൻ വളരെ ലേറ്റായിട്ടാണ് കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കിട്ടാൻ ഒത്തിരി താമസം ഉണ്ടായി. ഞാൻ എൻ്റെ കോർഡിനേറ്ററെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നു, മോളെ പ്രാർത്ഥിക്ക്, ഡിസംബർ 30 നിനക്ക് കിട്ടിയില്ല, നിനക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, എംബസിയുടെ കയ്യിലാണ് എല്ലാം, നീ പ്രാർത്ഥിക്കുന്നതിനോട് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണോ എനിക്ക് APS കിട്ടാത്തതെന്ന് ഓർത്ത് ഞാൻ ഒത്തിരി കുറ്റബോധപ്പെട്ടുണ്ട്. അങ്ങനെ ഞാൻ നവംബർ 30 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ നവംബർ 30 വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഡിസംബർ 3 എനിക്ക് APS സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കിട്ടിയ ശേഷം പിന്നെയും പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഓഫർ ലെറ്റർ വരണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുള്ള ഡിസിഷനാണ്. ഞാൻ അപ്ലൈ ചെയ്തൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, ഫീസൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട് എഡ്യൂക്കേഷനിൽ. എൻ്റെ IELTS ഏപ്രിൽ തീരുന്നു. ഈ ഉള്ള കണ്ടീഷൻ കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ മറ്റു ആപ്ലിക്കേഷൻസൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു എന്ന് എന്നോട് കോർഡിനേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാലും ഞാൻ എല്ലാം മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ ജാനുവരിയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതിസന്ധി നേരിട്ടു. അത് മറ്റുള്ളവർ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല പ്രതിസന്ധി. പക്ഷേ അതെന്നെ ഒരുപാട് മാനസികമായി തളർത്തുകയും ഞാൻ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ ഇത്രയും ഉടമ്പടിയൊക്കെ എടുത്തിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ ഞാൻ ആകെ തളർന്നിരിക്കുമായിരുന്നു. ഉടമ്പടിയെക്കുറിച്ചോ ആരോടും സംസാരിക്കാതെ ഒരു മുറി തന്നെ കൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഞാൻ ഉടമ്പടി ചെയ്തിട്ടില്ല. ഉടമ്പടിയൊന്നും ഒരു തോട്ട് പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഞാൻ മറന്നിട്ടും മാതാവ് എന്നെ മറന്നില്ല, മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജാനുവരി തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അന്നേരം എനിക്ക് ഒത്തിരി കുറ്റബോധത്തോടെ ഞാൻ മാതാവിനോട് ചോദിച്ചു, നീ എന്നെ മറന്നില്ലല്ലോ, ഞാൻ മറന്നിട്ടും നീ എന്നെ മറന്നില്ലല്ലോ, ഞാൻ ഇത്രയും തെറ്റുകളും പിഴവുകളും വരുത്തിയിട്ട് നീ എന്നെ മറന്നില്ലല്ലോ എന്ന് ഞാൻ ഒത്തിരി കുറ്റബോധപ്പെട്ടു. അത് കഴിഞ്ഞിട്ടും വിസ കിട്ടാനും വിസ സ്ലോട്ട്സ് കിട്ടാനും ഒക്കെ എനിക്ക് ഒത്തിരി താമസവും ഡിലേയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണ്. അപ്പം ഞാൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ 3 മാസം നോട്ടീസ് പീരീഡ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഏപ്രിലേ നോട്ടീസ് പീരീഡ് അവസാനിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇയർലി റിലീസ് കിട്ടാൻ ഒത്തിരി താമസങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ എന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഈ വർഷത്തെ ഇൻടേക്കിൽ തന്നെ കൊണ്ടുപോകണം. എനിക്കിനി ഒന്നുകൂടെ IELTS എഴുതാനൊന്നും വയ്യ. എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം തന്നെ എന്നെ വിടണം, മാർച്ചിൽ തന്നെ എന്നെ പോകണം എന്ന് ഞാൻ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് ഈ മാർച്ച് 25 ഞാൻ ജർമ്മനി പോകാൻ ടിക്കറ്റ് എടുത്തേക്കുവാണ്. മാതാവിൻ്റെ എല്ലാ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും കൂടെ നിന്ന് എനിക്ക് ശക്തി പകർന്നിട്ടുണ്ട്.
ഇത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾ ചെയ്തു തന്നെ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി. ഈ ഉടമ്പടി എടുത്തത് കാരണം കാരുണ്യ പ്രവർത്തികൾ, തണലെന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് എറണാകുളത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിനകത്ത് ഇങ്ങനെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ഇത്ര പേർക്കൂടെ ചോറിന് ഇങ്ങനെ പൊതികെട്ടിൻ്റെ ആവശ്യമുണ്ട്, പൈസ താല്പര്യമുള്ള ഇടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിനൊക്കെ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ പോകാറുണ്ട്, അവിടെ വയ്യാതിരിക്കുന്നവർക്ക് പൈസ കൊടുക്കാറുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ പല സ്ഥലങ്ങളിലും പോയി കാരുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഞാൻ ഒത്തിരി നമ്മൾ കുറ്റം പറയുന്നൊക്കെ ഉണ്ടല്ലോ ഉടമ്പടിയിൽ എഴുതുമ്പോൾ, അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇച്ചിരി മാറി, ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഞാൻ ഇച്ചിരി ദൂരെ നിൽക്കുമായിരുന്നു. ആരെപ്പറ്റിയും കുറ്റം പറയാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു. എന്നോട് അങ്ങനെ എൻ്റെ പല കമ്പനികളിലും എന്നോട് ഇങ്ങനെ നീ എന്താ ഇപ്പോൾ ഇത്ര സൈലൻ്റ് ആയിപ്പോയി എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ സൈലൻ്റ് ആയിപ്പോയത് എനിക്ക് ആരുടെയും ഒരു ഗേൾസ് ക്യാമ്പിലും കയറണ്ട, ആരെപ്പറ്റിയും കുറ്റം പറയണ്ട എന്നുള്ളൊരു വിചാരത്തോടു കൂടി ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എന്നെ കൂടെ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ സമയം പിന്നെ എനിക്ക് തോന്നും ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു, തെറ്റില്ലേ ഞാൻ ഈ ചെയ്യുന്നതെന്ന് തോന്നും. അങ്ങനെ തോന്നലൂടെ എൻ്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങി ഉടമ്പടിക്ക് ശേഷം. അങ്ങനെയൊക്കെ ഉള്ള ജീവിത മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാക്കി. അത് കാരണമുള്ള പോസിറ്റീവ് എനർജിയും ഒരുപാടാണ്. അവനും ഈശോയ്ക്ക് നന്ദി. സങ്കീർത്തനങ്ങൾ 18:35 തിരുവചനം അരുളി ചെയ്യുന്നു, അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഇവിടെ അനൂപ എന്ന ഈ മകള് തൻ്റെ ജർമ്മനിയിൽ പഠിക്കാൻ പോകാനുള്ള സാധ്യത തനിക്കുണ്ടായതിനെക്കുറിച്ചാണ് സംസാരിക്കുക. തനിക്ക് എത്രയായിരുന്നു ഗ്യാപ്പ്, 4 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതുപോലെ IELTS എഴുതിയതിൻ്റെ സമയം, അതിൻ്റെ കാലാവധി തീരാറായി. തൻ്റെ മുൻപിൽ സമയം അധികമില്ല, എന്നാൽ തനിക്ക് പോകാനുള്ളത് ക്ലിയർ ആകുകയും വേണം. ഈ ഒരവസരത്തിൽ ഉടമ്പടിയിലൂടെ തനിക്ക് അതൊക്കെ സാധ്യമായി, എന്നാൽ താൻ ഉടമ്പടി ഉഴപ്പിയെന്നും പിന്നീട് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവയുടെ പുസ്തകത്തിൽ നാം കാണുന്ന തിരുവചനം പോലെ ഓരോ മക്കൾക്കും അവർക്ക് തന്നെ തോന്നുന്നു തങ്ങൾ ഈ ചെയ്തത് ശരിയല്ല എന്ന്. ആ ബോധ്യത്തിൽ പിന്നീട് അവരെ ഒന്നുകൂടി ദൈവത്തെ സ്നേഹിക്കുവാനും തങ്ങളുടെ ജീവിത പാത കുറച്ചുകൂടി വ്യക്തമാക്കി, അതായത് ഇത്രയും നാളും നടന്നിരുന്ന ഒരു വഴിയല്ല, പുതിയ ഒരു പാത സ്വയം ബോധ്യത്തോടെ തിരഞ്ഞെടുക്കുകയാണ്. കുറ്റം പറയുന്ന ശീലമൊക്കെ തനിക്കുള്ളത്, മറ്റുള്ളവർ തന്നോട് വന്ന് പറയുമ്പോൾ കേൾക്കുന്നത്, അതിന് മറുപടി പറയുന്നത്, ഇതിനൊക്കെ താൻ മൗനം പാലിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാക്സിമം അകന്നു നിൽക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതൊക്കെ തനിക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് അതുമൂലം തനിക്ക് ഒത്തിരിയേറെ പോസിറ്റിവിറ്റി തനിക്കുണ്ടാകുന്നുണ്ട്, തനിക്കത് അനുഭവപ്പെടുന്നു. അങ്ങനെ പിന്നീട് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മകൾ മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് ലഭിച്ചത് സ്കോളർഷിപ്പോട് കൂടിയുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനാണ്. തനിക്ക് പൈസ ചിലവൊന്നുമില്ല. 4 വർഷത്തെ ഈ ഗ്യാപ്പുള്ളപ്പോൾ ഒത്തിരി ഫ്രഷേഴ്സ് ഉണ്ട്, അവരുടെ ആപ്ലിക്കേഷനാണ് അവിടെ സാധ്യത കൂടുതൽ. എന്നാൽ പരിശുദ്ധ അമ്മയെടുത്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഈ ആപ്ലിക്കേഷന് സാധ്യത ഉണ്ടായത് എങ്ങനെയെന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് വിശദീകരിക്കുമ്പോൾ കേൾക്കുവാൻ കഴിയുക. അമ്മയെ കൊണ്ട് അമ്മ നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അവിടെ അടഞ്ഞു കിടക്കുന്ന പലതും തുറക്കുന്നതും ഒത്തിരിയേറെ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് വിചാരിക്കുന്നിടത്ത് അതൊക്കെ ഈസി ആയിട്ട് പോകുന്നതുമാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഈ മകൾക്ക് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.